സീനായി മരുഭൂമിയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവൻ നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. ഇത് ആദ്യ രക്തസാക്ഷിയായ സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗമെന്ന് പറയാനൊക്കത്തില്ല. ഒന്നേ പ്രസംഗിച്ചോളൂ. ഒത്തിരി പ്രസംഗിച്ച് പരുവക്കേടി പോകുന്നതിൽ നല്ലത് ശരിയായിട്ടൊന്ന് പ്രസംഗിച്ച് പരുവത്തിൽ പോകുന്നതാണ് നല്ലത്. കണ്ടമാനം പ്രസംഗിച്ച് ഒടുവിൽ ആവശ്യമില്ലാത്തതും കൂടെ പറഞ്ഞു പോകുന്നതിൽ നല്ലത് സ്തോത്രം. അപ്പോൾ വേദപുസ്തകത്തിലെ സഭാചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സ്തേഫാനോസ്. പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് അനുസരിച്ച് ആ സ്തേഫാനോസിന്റെ പ്രസംഗത്തിൽ താന് ഇസ്രായേൽ ചരിത്രം എടുത്ത് പ്രസ്താവിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു പദമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. സീനായി മരുഭൂമിയിൽ തന്നോട് സംസാരിച്ച ദൂതനോട് നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവൻ. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു ചെറിയ ചിന്താ വിഷയം മരുഭൂമിയിലെ ആ സഭയുടെ വിശേഷതകൾ എന്തൊക്കെയുണ്ട്, അതാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. ഈ രാത്രി കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നാളെയും ഒന്നിച്ചു കൂടുവാൻ, ദൈവവചനം ധ്യാനിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഈ വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ വിശേഷിച്ച് പുതിയ നിയമത്തിലെ പ്രാരംഭ പുസ്തകങ്ങളിൽ നമുക്കറിയാം ആദ്യത്തെ 4 പുസ്തകം അത് 4 സുവിശേഷങ്ങളാണ്. മത്തായി സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. ശേഷമുള്ള പുസ്തകമാണ് അടുത്ത പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. ഈ പുസ്തകത്തിന് വേദപഠിതാക്കൾ കൊടുത്തിരിക്കുന്ന വേറൊരു വിശേഷ പദം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നിന്നാണ് ഇന്ന് രാത്രി നമ്മൾ കുറുവാക്യമായിട്ട് വായിച്ചിരിക്കുന്നത്. പണ്ട് ആരോ പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞെന്നാ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 29 അധ്യായം ആരംഭിച്ചത് 28 അധ്യായം വരെ ഉള്ളൂ. 29 തുടങ്ങിയെന്നാ എഴുതാനാന്നേ 30 വരെ എഴുതാം. പണ്ടൊരാള് കൽപ്പന പറയാൻ പോയ കൽപ്പന എത്രയുണ്ട്? 10, 10, 15 അങ്ങനെ പറഞ്ഞ് അവൻ 90 വരെ നിന്നപ്പം അടുത്തവൻ കയറി ചെന്നാ പറയാൻ. അപ്പം അച്ഛൻ പറഞ്ഞ് പോടാന്ന് പറഞ്ഞു. ഇവൻ ഇറങ്ങി വന്നപ്പം മറ്റവൻ കയറി വന്ന് എത്രയുണ്ട് കൽപ്പന? 10. 90 പറഞ്ഞിട്ട് അയാൾ ഏക്കാതെ ലോകായും എടുത്ത് ഊത്തി അവിടെ നിൽക്കുക. അപ്പോൾ ഇത് എഴുതുന്നവർക്ക് ഇഷ്ടം പോലെ എഴുതാം. പക്ഷേ ഇതിനകത്ത് 28 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുന്നു. അതെ, ഓരോ അധ്യായത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ് നമ്മൾ പഠിക്കുന്നത്. 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് 120 പേര് അടങ്ങുന്ന ഒരു സംഘം. അങ്ങനെ സംഘം 1-ാം അധ്യായത്തിൽ അങ്ങനല്ലേ ഒരു പ്രയോഗം, 120 പേര് കൂടുന്ന ഒരു സംഘം. അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചു. അതിൻ്റെ 15-ാമത്തെ വാക്യം, 1:15. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ, ആ കാലത്ത് ഏകദേശം 120 പേര് ഉള്ള ഒരു സംഘം. അപ്പോൾ 1-ാം അധ്യായത്തിൽ ഒരു സംഘമായിട്ടായി ഇവർ കൂടുന്നത്. 120 പേര് അടങ്ങുന്ന ഒരു സംഘം. അതിനകത്ത് ക്രിസ്തുയേശുവിൻ്റെ അമ്മ മറിയയും ആ ഗ്രൂപ്പിൽ പെടുന്നുണ്ട്. ആട്ടെ, വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. 1-ാം അധ്യായത്തിൽ യൂദയുടെ സ്ഥാനത്ത് വേറൊരാളെ തിരഞ്ഞെടുക്കുന്നു. ആ ഭാഗം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിൽ ഒരു സംഘം എന്നാണ് ഇവരെ പറ്റി പരാമർശിക്കുന്നത്. എന്നാൽ 2-ാം അധ്യായം തുടങ്ങുമ്പോൾ അത് പഠിച്ചു വരുമ്പോൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി ദൈവം അയച്ചു. കൂടിയിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് പതിഞ്ഞു. എല്ലാവരും ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ച് തുടങ്ങി. അവരെ പറ്റി പിന്നീട് സംഘമെന്നല്ല, ആ
ആത്മസ്നാനം പ്രാപിച്ച കൂട്ടം പിന്നെ സംഘമല്ല, അതാണ് സഭ. കാരണം 2-ാം അധ്യായത്തിന്റെ ഒടുവിൽ ഇങ്ങനെ ആ പ്രയോഗം, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. 1-ാം അധ്യായത്തിൽ സംഘം, 2-ാം അധ്യായത്തിൽ സംഘം മാറി സഭയായി. ഏതാണ് സഭ, ഏതാണ് ശരിയായ സഭ? തർക്കമാ. ഒറ്റവാക്കി പറയാം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാ സഭ. അല്ലാത്തതെല്ലാം സംഘവും സംഘടനകളുമാണ്. പലരും പല യോഗങ്ങൾക്ക് പറഞ്ഞത് ഞങ്ങളുടെ സംഘടന എന്നാ പറയുന്നത്, സഭയെന്നല്ല പറയുന്നത്. ഞങ്ങളുടെ സംഘടന, അതങ്ങനെ തന്നെ. നോട്ടോ ഇരുമ്പം കാണുമ്പോൾ അറിയാൻ സഭയല്ല, സംഘടനയാണ്. കാരണം മിക്കതും ആത്മസ്നാനം പ്രാപിച്ചതല്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ, അതാണ് ദൈവസഭ. പല ജാതിയിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും നാനാജാതി മതസ്ഥരായി ജീവിച്ച ആൾക്കാർ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് മരിച്ചുവെന്നും അവിടുത്തെ തിരുരക്തത്താൽ എൻ്റെ പാപങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, അതാണ് ദൈവസഭ. അപ്പോൾ 1-ാം അധ്യായത്തിൽ ഒരു സംഘമായിട്ട് വരെ പരാമർശിക്കുന്നു. 2-ാം അധ്യായത്തിലെ സംഘം മാറി ഇപ്പോൾ സഭയായി. ആത്മസ്നാനം പ്രാപിച്ച ഒരു വലിയ കൂട്ടം, ഞാൻ വിവരിക്കുന്നില്ല. 2-ാം അധ്യായത്തിൽ സഭ, ആ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളെല്ലാം ആ 2-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് ആത്മശക്തി ഏറ്റെടുത്ത ഈ സഭ 3-ാം അധ്യായത്തിൽ വരുമ്പോൾ രോഗശാന്തി നടക്കുന്നതായിട്ട് കാണുന്നു. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിരുന്ന മുടന്തൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായി. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ഉണ്ടാകും. ആത്മാഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകും. അതിന് നേതാവ് പ്രാർത്ഥിക്കണമെന്നില്ല, സെൻട്രൽ പാസ്റ്റർ പ്രാർത്ഥിക്കണമെന്നില്ല, ഓവർസിയറോ സൂപ്രണ്ടോ ആമൻ പ്രസിഡന്റ് ഒന്നും വരണമെന്നില്ല. ആമൻ ആത്മസ്നാനം പ്രാപിച്ച ഏത് ദൈവപൈതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ഇന്നയാൾ പ്രാർത്ഥിക്കുന്നതല്ല, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കുമെന്ന. അതിൽ ചെറിയ പൈതൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാലും ദൈവം അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമ്പോൾ എൻ്റെ നാമത്തെ ഭൂതങ്ങളെ പുറത്താക്കുമ്പോൾ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരാലായി അടയാളങ്ങൾ നടക്കുന്നത്. ദൈവമക്കൾ വിശ്വാസത്താൽ, ഞാൻ പറയാനുണ്ട്, ഈ ദൈവമക്കൾ വിശ്വാസത്താൽ പലതും പ്രഖ്യാപിക്കണം. വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. ഞാൻ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്ന ആളാണ്. കാറ്റും മഴയൊന്നും കാണുകയില്ല, പക്ഷെ വിശ്വാസത്താൽ. ഇത് മിക്കപ്പോഴും അകമ്പടി നായകനെ പോലെ, യഹോവ ആകാശത്ത് കിളിവാതിലുണ്ടാക്കിയാലും ഇത് നടക്കുകയില്ല. അന്നേരം തിരിച്ച് പ്രവചനം പറഞ്ഞത് സംഭവം നടക്കും, നീ കാണും, പക്ഷേ നീ കർമ്മദോഷി അനുഭവിക്കാനൊക്കെയല്ലെന്ന് പറയും. മനുഷ്യനെല്ലാം കൂടെ കയറി ചാവിട്ടി ഇയാടെ ഊപ്പാട് വരുത്തി ആള് തീർന്നു. എന്നാൽ ദൈവമക്കൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. നിന്റെ കുടുംബത്തിൽ ആരും ഈ മാർഗത്തിൽ വന്നില്ലെങ്കിൽ വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം അവർ വരുമെന്ന്. എനിക്ക് ആംഗലേയ ഭാഷ വലിയ വശമൊന്നുമില്ല. അച്ചായൻ ധാരാളം പ്രാവശ്യം ഈ അമേരിക്കയിലൊക്കെ സന്ദർശിച്ചയാളെ, ഞാനും ചില സന്ദർഭങ്ങളിൽ പോയിട്ടുണ്ട്. അച്ചായൻ്റെ കാര്യങ്ങൾ എനിക്കെല്ലാം അറിയത്തില്ല. ഞാൻ മിക്കതും കൈക്കറിയായി കാണിക്കുന്നത്. സ്തോത്രം. അവിടെ ചെല്ലുമ്പോഴേ ഇംഗ്ലീഷ് അറിയാത്തില്ല, അപ്പോൾ വലിയ വശമില്ല. വലിയ വശമല്ല, നല്ല വശമില്ല. എന്നാൽ വിശ്വാസത്താൽ ദൈവമക്കൾ പ്രഖ്യാപിക്കണം. അതിന് ഒരു ഇംഗ്ലീഷ് പറയാൻ പോവാ. നമ്മുടെ 2 ദിവസത്തെ യോഗമല്ലേ, ഒരു ഇംഗ്ലീഷ്. ഫെയ്ത്ത് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ വിശ്വാസ പ്രഖ്യാപനം. ഫെയ്ത്ത് ഡിക്ലറേഷൻ. ദൈവമക്കൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അബ്രഹാമാണ്. അബ്രഹാം വിശ്വാസ പ്രഖ്യാപനം നടത്തി. അബ്രഹാം ബാല്യക്കാരനെ പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരും. അതാ വിശ്വാസ പ്രഖ്യാപനം. സ്തോത്രം. ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. ഈ രാത്രി നിന്റെ പ്രശ്നത്തിന് യേശു വിടുതൽ തരും. ഈ രാത്രി മനോവേദനയോടെ വന്നെങ്കിൽ ദൈവം നിന്നെ വിടുവിക്കും. നീ വളരെ നിരാശയോടും ഭാരത്തോടുമായിരിക്കും യോഗത്തിന് വന്നത്. ഇന്ന് രാത്രി ദൈവം നിന്നെ തിരിച്ചങ്ങനെ വിടത്തില്ല. നിന്റെ പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം നൽകും.
അത് വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. സ്തോത്രം. അബ്രഹാം വിശ്വാസത്താൽ പ്രഖ്യാപിച്ച് നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കും, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് മടങ്ങി വരും. വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. ഇന്നത്തെ അബ്രഹാം ആണെങ്കിൽ ചെറുക്കനോട് പറയും, മോനെ കഴുതയ്ക്കൊരു ചുംബനം കൊടുത്താട്ടെ, ഇനിയും കാണുമെന്ന്. കണ്ടിക്കാൻ പോവല്ലേ ചെറുക്കനെ. ഇന്നത്തെ അബ്രഹാം എന്താ പറയാ, മോനെ കഴുതയ്ക്ക് ഒരു അന്ത്യചുംബനം. നീ ഉള്ള കഴുതനെ എല്ലാം ചുംബിക്കാതെ സങ്കീർത്തനം 2:12 പറയുമ്പോൾ പുത്രനെ ചുംബിക്ക്, നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. വേണം ഇന്നത്തെ അബ്രഹാം വേണ ബാല്യക്കാരോട് പറയാം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോണം. അഥവാ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കാറ് പിടിച്ച് അങ്ങോട്ട് പറഞ്ഞു, എനിക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതാ. കൊച്ചനെ കണ്ടിക്കുമ്പോൾ എങ്ങനെ ടെൻഷൻ ഉണ്ടായി. അബ്രഹാമിന് ഒരു പ്രഷറും കൂടിയില്ല. അബ്രഹാം വിശ്വാസത്താൽ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരും. അതിനകത്തൊരു ആത്മീക ദൂത് ഉള്ളത്, അത് വേർപാടിനെ കാണിക്കുന്നതാ. നിങ്ങൾ ഇവിടെ ഇരിക്കെ ഞാനും ബാലനും ആരാധനയ്ക്ക് എല്ലാവരും കൂടെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോയ പ്രശ്നമാണ്. ബാല്യക്കാരെ എല്ലാം കൂടെ ആരാധന കൊണ്ടുപോയാൽ അബ്രഹാം കത്തി എടുക്കുമ്പോൾ യവന്മാർ കയറി കത്തിക്ക് പിടിക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കുണ്ടാക്കും. ചിലപ്പോൾ അവസാനം ഗതി കെട്ടി ചിലപ്പോൾ യവനെ ആദ്യം കണ്ടിക്കേണ്ടി വരും. അപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഞാനെപ്പോഴും പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. പ്രശ്ന കലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വിശ്വാസത്താൽ പ്രഖ്യാപനം നടത്തണം. എൻ്റെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം വരുത്തും. ഞാൻ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ സന്തതി തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ വിഷയങ്ങൾക്ക് എൻ്റെ ദൈവം പരിഹാരം നൽകും. ഇന്ന് രാത്രി ദൈവമക്കൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന ദൈവമക്കൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. അപ്പോൾ 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ വല്ലതും കിട്ടുമെന്ന് കരുതി ഒരുത്തൻ ഭിക്ഷ ചോദിക്കാം. 3-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചേ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നും കൊണ്ടുവന്നു അവനെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിക്കുന്ന സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. ഈ ഭാഗം നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം. അപ്പോൾ പത്രോസ് യോഹന്നാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഇവൻ വല്ലതും കിട്ടുമെന്ന് കരുതി ഇവരോട് ഭിക്ഷ ചോദിച്ചു. അപ്പം ഇവരെ കണ്ടപ്പോൾ അവനും തോന്നി ഇവരുടെ കയ്യിൽ എന്തൊക്കെ വല്ലതും കാണും. ദൈവമക്കളെ കണ്ട അങ്ങനെയൊക്കെയാ തോന്നുന്നത്, അങ്ങനെയൊക്കെ തോന്നുകയും ചെയ്യണം. ചുമ്മാ കരഞ്ഞും കൂവി നടക്കരുത്. സ്തോത്രം. ഒരു ജോഡി ഉള്ളെങ്കിൽ എൻ്റെ ഭാഷയാണ് നല്ല കഴുകി തേച്ച് നല്ല വടി പോലെ നിൽക്കണം. ഇത് 9 ജോഡി ഉണ്ടെങ്കിലും ആ ഇട്ടോണ്ട് വരുന്ന കണ്ട നമ്മൾ പറയാം ഒരു ഗതികേടുകാരനാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ കൂടെ ആരും വരികയില്ല. എന്നാൽ എനിക്ക് ചിലരെ ബഹുമാനമാണ്. ഒറ്റ ജോഡി ഉള്ളെങ്കിൽ നല്ല ആ പോക്ക് കാണുമ്പം ബൈക്കേ പെട്രോൾ ഇല്ല, ചരിച്ചിട്ട് അടിച്ചായി സ്റ്റാർട്ടാക്കിയത്. എന്നാലും ആ കരിക്കം വഴിയുള്ള പോക്ക് കണ്ടാൽ ഫുൾ ടാങ്ക് അടിച്ച് പോകും പോലെ. അങ്ങനെ വേണം. സ്തോത്രം. വൈകിട്ട് ചെല്ലുമ്പോൾ ചിലപ്പം അത്താഴത്തിന് കഴിക്കാൻ കൂട്ടാൻ ചിലപ്പോൾ ഒന്നും കണ്ടെന്ന് വരികയല്ലേ, എന്നാലും ആ ഇരിപ്പ് കണ്ടാൽ നല്ല അങ്ങനെ ഇരിക്കണം. പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, ഒന്നുമില്ലേലും ഞങ്ങളെല്ലാം ഉള്ളവരെ പോലെ. ഒന്നുമില്ല എന്നാലും ഞങ്ങളെല്ലാം ഉള്ള അങ്ങനെ ആയിരിക്കണം ദൈവമക്കൾ. ഒന്നുമില്ലേലും എല്ലാം ഉള്ളവരെ പോലെ. സ്തോത്രം. എന്നോട് ചിലരെ കുറ്റം തെറ്റിദ്ധരിക്കരുത്, പൈസയൊക്കെ ചോദിക്കാറുണ്ട്. സ്തോത്രം. അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചു ഒരു 50 ലക്ഷം രൂപ തരാമോന്ന്. ഞങ്ങൾ സഭയുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആരെയും കുറ്റം പറയല്ല. അപ്പം അവർക്ക് തോന്നി നമ്മുടെ കയ്യിൽ പിന്നെ സ്തോത്രം അങ്ങനെ ഒന്നുമില്ലേലും എല്ലാം ഉള്ളവരെ പോലെ ദൈവമക്കൾ ആ നിലയിലായിരിക്കണം. അപ്പോൾ ഈ പത്രോസിനെ യോഹന്നാനെ കണ്ടപ്പോൾ ഇവന് തോന്നി ഇവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാണും. അതാ ഭിക്ഷ ചോദിച്ചത്. അപ്പോൾ പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. അങ്ങനെ എഴുതിയിരിക്കുന്നത് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. അത് ശുശ്രൂഷയുടെ ഐക്യതയാണ്.
രണ്ടുപേരും കൂടെ പള്ളിയിലോട്ട് പോയത്. ഒരുത്തൻ പിച്ച ചോദിച്ചപ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചവനെ നോക്കി. ഇന്ന് അത്ഭുതങ്ങൾ പലതും നടക്കാത്തതിൻ്റെ കാര്യം എല്ലാവരും ഒറ്റയ്ക്ക് നോക്കാൻ നടക്കുക. എല്ലാവരും ഒറ്റയ്ക്ക് നോക്കുക. യോഹന്നാൻ അങ്ങോട്ട് മാറിയേച്ച് വേണം എനിക്ക് പുള്ളീനെ ഒന്ന് നോക്കാൻ. ഒറ്റയ്ക്ക് നോക്കാൻ നടക്കുന്നുണ്ടാവും ഒന്നും നടക്കാത്തത്. ഇതാ ശുശ്രൂഷയുടെ ഐക്യത. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. അടുത്ത വാക്യം, എന്നിട്ട് പറഞ്ഞു ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. നമ്മളിപ്പോ പറഞ്ഞ ഞങ്ങളെ ആരെയും നോക്കണ്ട, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ നമ്മളെ നോക്കും. സ്തോത്രം. അതാ ഇച്ചിരിയുടെ ശബ്ദം വേണം അല്ലേ, ഓളിയം വേണം. അതാ അതിന് ഇച്ചിരിയുടെ ഓളിയം കൊടുക്കുക. സ്തോത്രം. അതിന് നോക്കി. ഹല്ലേലൂയ. ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ, നമുക്ക് നാളെ ഒരു ദിവസം പശുവിനെ വഴിയിലും കെട്ടാന്ന. ഇനി ഷൂ പാസ്റ്റ് ഇവിടെ വായിക്കട്ടെ. അതിന് ഒളിയല്ലോ നോക്കി. ഇതിനുണ്ട്, പെട്ടെന്ന് നോക്ക്. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും. അപ്പൊ ശ്രദ്ധിക്കുക, പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. പലപ്പോഴും അത്ഭുതങ്ങളും വിടുതലുകളും സഭയ്ക്കകത്തും വ്യക്തിപരമായിട്ടും കൂട്ടങ്ങൾ കൂടുമ്പോൾ നടക്കാത്തത് എല്ലാവർക്കും സ്വാർത്ഥതയാ. എല്ലാവർക്കും സ്വാർത്ഥത. അത് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക, ശുശ്രൂഷകന്മാരുടെ ഇടയിലും സ്വാർത്ഥതയുള്ളവരുണ്ട്. ഞാൻ ഒന്നാം പ്രതി ഞാനാകുക കേട്ടോ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഒന്നാം പ്രതി ഞാൻ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും 100, 110 നിൽക്കണം. വേറൊരാൾ പ്രസംഗിക്കുമ്പം വേറെ വസ്തു ഒന്നാമത് കൊണ്ടുവരികയല്ല, 2 തുറക്കത്തില്ല, 3 തുറന്നാവട്ട് വായിക്കത്തില്ല, ചത്താലൊരു സ്തോത്രം പറയുകയല്ല. പ്രസംഗിക്കുന്ന പുള്ളിയെ ഇങ്ങനെ എൻ്റെ ചിന്ത, ഞാൻ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും സ്പ്രിങ്ങേ നിൽക്കണം. വേറൊരാൾ പ്രസംഗിക്കുമ്പോൾ അല്ലെ ശുശ്രൂഷിക്കുമ്പം യാതൊരു പ്രതികരണവും ഇല്ല. അതുകൊണ്ടാണ് ഒന്നും നടക്കാത്തത്. പഴമക്കാർ പറയുന്നൊരു പദം, കടമെടുക്കുക, ആര് കുത്തിയാലും അരി വെളുക്കട്ടെ. ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും അത്ഭുതം നടക്കുന്നത്. ദൈവമക്കൾ ആരാധിക്കുമ്പോഴായിരിക്കും അത്ഭുതം നടക്കുന്നത്. ഒരു വ്യക്തി സ്തോത്രം ചെയ്യുമ്പോഴായിരിക്കും വിടുതൽ നടക്കുന്നത്. ചിലപ്പോൾ ആമേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അത്ഭുതങ്ങൾ നടക്കുന്നത്. ഏത് വിധേനയാണെങ്കിലും യേശുവിന്റെ നാമം ഉയർത്തപ്പെടണം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തർ ജനം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുൻപിൽ. ശ്രീ യേശു നാമം അതിശയ നാമം. ശ്രീ യേശു നാമം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പൊ ഈ സ്വാർത്ഥതയുള്ളിടത്ത് ദൈവം പ്രവർത്തിക്കത്തില്ല. ഇവിടെ പത്രോസിനും യോഹന്നാനും സ്വാർത്ഥതയില്ല. അതുകൊണ്ടാണ് പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. എന്നിട്ട് പറഞ്ഞു, നീ ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അടുത്ത പദം നമുക്ക് അവിടെ വായിച്ചു കേട്ടല്ലോ. നീ ഉദ്ദേശിക്കുമ്പോൾ വെള്ളിയും പൊന്നും ഞങ്ങളുടെ കൈവശം ഇല്ല എന്ന് പറഞ്ഞാൽ ഭൗതികമായി മെറ്റീരിയലായതൊന്നും ഞങ്ങളുടെ കൈവശമില്ല. എന്നാൽ ഒരു കാര്യം പറയാ, വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലമതിക്കുന്ന ഒന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു.
വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ ഭൗതികത്തെക്കാൾ വിലമതിക്കുന്ന ഒന്നുണ്ട്, ഒരുവനുണ്ട്. അത് നസറേയനാകുന്ന യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക. ക്ഷണത്തിൽ അവന്റെ നരിയാണി ഉറച്ചു. അവൻ പിന്നീട് അവനെ പറ്റി വായിക്കുന്ന തുള്ളിച്ചാടി വീട്ടിൽ പോയെന്നല്ല, അവൻ ദൈവാലയത്തിൽ വന്നെന്ന്. ഇന്ന് തുള്ളിച്ചാടി പഴയ സ്ഥലത്തോട്ട് തന്നെ എല്ലാവരും പോകുക. ചെല്ല പറയുന്നില്ലേ, എത്ര നാളായി ഇതിന് ഇല്ലേ, ഞങ്ങൾ സൗഖ്യം കിട്ടിയെന്നാ, പക്ഷെ ഇപ്പോഴും പഴയ സ്ഥലത്ത് തന്നെ ഇരിക്കുക. സൗഖ്യം പ്രാപിച്ചവൻ പഴയ സ്ഥലത്ത് നിൽക്കത്തില്ല. അവൻ തുള്ളിച്ചാടി ദൈവാലയത്തിൻ്റെ ഉള്ളിൽ കയറി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ആദിമസഭയ്ക്ക് പീഡയുണ്ടായി. അതാണ് 4-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ ശക്തമായ പീഡ. ഈ പീഡ വർദ്ധിച്ചപ്പോൾ ഈ ശുശ്രൂഷ ചെയ്ത ദൈവദാസന്മാര് പേടിച്ചെന്നല്ല, അവർക്ക് നല്ല ധൈര്യമുണ്ടായി. ആ 4-ാം അധ്യായത്തിന്റെ 13 വായിച്ചേ. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും പഠിപ്പില്ലാത്തവരും അപ്പോൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ശുശ്രൂഷ ചെയ്ത ഇവരെ ഭയപ്പെട്ടില്ല, അവര് ധൈര്യത്തോടിരുന്നു. ധൈര്യം കാണുകയാൽ. ദൈവമക്കൾ ധൈര്യമുള്ളവരായിരിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഭയപ്പെട്ട് ഭീരുക്കളായി എവിടെയും പാത്തും പതുങ്ങി ഇരിക്കുകയല്ല, ധൈര്യത്തോടെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതി, ഇതൊക്കെ കൂട്ടണമെന്നാണ് ആ തിരുവചനത്തിൽ ചെയ്യുന്നത്. സ്തോത്രം. നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ കർത്താവ് ആമൻ കൂടെ ഉണ്ട്. പത്രോസിന്റെയും യോഹന്നാന്റെയൊക്കെ ധൈര്യം കാണുകയാൽ. അപ്പോൾ 1-ാം അധ്യായത്തിലൊരു സംഘം, ആ സംഘത്തിന്മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞപ്പോൾ 2-ാം അധ്യായത്തിൽ സംഘം സഭയായി. ആ സഭ ഒരു മുറിക്കൊക്കെ ഒതുങ്ങിയിരിക്കുകയല്ല, അവർ യാത്ര ചെയ്തപ്പോൾ രോഗികൾ സൗഖ്യമായി. സൗഖ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രശ്നമായി. പ്രശ്നങ്ങൾ കണ്ട് ഭയപ്പെട്ടില്ല, നല്ല ധൈര്യത്തോടെ നിന്നു. ധൈര്യത്തോടെ നിൽക്കണം. 4-ാം അധ്യായത്തിൽ അവരുടെ ധൈര്യം. 5-ാം അധ്യായം പഠിക്കുമ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുക. ക്രമക്കേട് കാണിച്ച, കളവ് കാണിച്ച ആമൻ കുടുംബത്തിനുണ്ടായ ദാരുണ സംഭവം. അതാണ് 5-ാം അധ്യായത്തിൽ. വ്യാഖ്യാനിക്കുന്നില്ല. 6-ാം അധ്യായത്തിൽ വരുമ്പോൾ ധാരാളം ആൾക്കാർ പെരുകി. സഭയ്ക്കകത്ത് ആൾക്കാർ പെരുക, വിശ്വസിച്ച കൂട്ടം അനേകരായി. 6-ാം അധ്യായത്തിൽ വന്ന അക്കാലത്ത് ശിഷ്യന്മാരുടെ അക്കാലത്ത് ശിഷ്യന്മാർ പെരുകി വരിക. 1-2 പേരല്ല, ധാരാളം ആൾക്കാർ ഈ കൃപയിൽ വന്ന് പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നെന്ന് യവനായ സ്ത്രീകൾ എബ്രായ സ്ത്രീകളുടെ നേരെ പിറുപിറുത്തു. സഭയ്ക്കകത്ത് പ്രശ്നം, പിറുപിറുപ്പ്. യവനായ സ്ത്രീകളും എബ്രായ സ്ത്രീകളും തമ്മിൽ ചെറിയ പിറുപിറുപ്പ് രൂക്ഷമായി. ആ വിഷയത്തിനൊരു പരിഹാരം വരുത്തി. അതാണ് 6-ാം അധ്യായത്തിൽ. പ്രശ്നം രൂക്ഷമായിട്ട് എൻ്റെ ഭാഷ പറയാ, ഈ സഹോദരിമാര് കമ്മിറ്റി കൂടി. അവർ കമ്മിറ്റി കൂടി ഒരു ബില്ലുമൊക്കെ പാസ്സാക്കി. ആ ബില്ലുമായിട്ട് പത്രോസിൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഞങ്ങൾ കുറേ നാൾ കൊണ്ട് ഇങ്ങനെ മനോവേദനയോടിരിക്കുക, ഞങ്ങൾ പീറ്റർ അച്ഛനോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എന്നാൽ ഇതിപ്പം രൂക്ഷമായതുകൊണ്ട് ഞങ്ങളൊരു കമ്മിറ്റി കൂടി. പത്രോസും അന്തം പെട്ട്, നിങ്ങൾ കമ്മിറ്റി ഞങ്ങൾ കൂടി. ആട്ടെ, നിങ്ങളുടെ കമ്മിറ്റി കൂടിയിട്ട് എന്തുവാ അതിൻ്റെ വിഷയം? ഞങ്ങളൊരു പ്രത്യേക തീരുമാനത്തിൽ ഏകകണ്ഠമായിട്ട്. എന്തുവാ തീരുമാനം? ഇപ്പം വിളമ്പുന്നവരാരും വിളമ്പണ്ട, അടുത്ത ആഴ്ച മുതൽ പീറ്ററച്ചാനങ്ങ് വിളമ്പിയാൽ മതി. മേശമേൽ എന്നുള്ള ആശയമാ. 2 ആശയമാ. ഒന്ന് ധനപരം, 2 ഭക്ഷണ വിഷയം. ഏതുമാകാം. ഭക്ഷണ വിഷയം അങ്ങോട്ട് എടുത്തു. അപ്പൊ ഇപ്പൊ വിളമ്പുന്നവരാരും വിളമ്പണ്ട, പീറ്റർ ഇനി അടുത്ത ആഴ്ച മുതൽ. ഇപ്പൊ പീറ്റർ പറഞ്ഞു, എൻ്റെ ഭാഷയാ, വേല മനസ്സിലിരിക്കട്ടെ. ദൈവവചനം ഉപേക്ഷിച്ച് മേശമേൽ ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾക്ക് വിഹിതമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ജ്ഞാനവും നല്ല സാക്ഷ്യവും പരിശുദ്ധാത്മ നിറവുള്ള 7 പേരെ തിരഞ്ഞെടുക്കുക. അവര് മേശമേൽ ശുശ്രൂഷിക്കട്ടെ. അടുത്ത പദമുണ്ട്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉദ്ധരിക്കും. ഇതിനകത്തൊരു ആത്മീക പാഠം. ആദിമ സഭയ്ക്കകത്ത് പീഡ, നേരത്തെ പീഡ സഭയ്ക്ക് വെളിയില. ഈ പ്രശ്നമോ സഭയ്ക്കകത്താ.
ഈ സുന്ദരവന ദേവാലയ ഗോപുരത്തിൽ നിന്ന് മുടന്തനെ സൗഖ്യമാക്കിയപ്പോൾ സഭയ്ക്ക് പുറത്താ പ്രശ്നം. പരീശന്മാരും ശാസ്ത്രിമാരും മതാനുസാരികളും എല്ലാവരുടെ പ്രശ്നമുണ്ടാക്കി. ഇവരെ പിടിച്ച് നടുവ് നിർത്തി ആരുടെ നാമത്തിലാണ് എന്തോ ശക്തി കൊണ്ടാക്കിയെന്ന് മേലിൽ ഈ ഏരിയയിലെങ്ങും കണ്ടേക്കരുത്, അപ്പടി ഇപ്പിടി എന്ന് പറഞ്ഞ് വിപ്രതിപ്പെടുത്തി. അത് ദൈവം അങ്ങ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ സഭയ്ക്കകത്ത് ഇപ്പം പ്രശ്നം. സഭയ്ക്കകത്ത് ഈ വിശ്വാസികൾ വർദ്ധിച്ചു വന്നപ്പോൾ പ്രശ്നമായി. ദിനപ്രതിയുള്ള ശുശ്രൂഷകൾ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും പറയും, ഈ വെളിയിലത്തെ പ്രശ്നം നമുക്ക് പരിഹരിക്കാം, അകത്തെ പ്രശ്നമാ ബുദ്ധിമുട്ട്. പൗലോസ് എഫെസോസിൽ 3 കൊല്ലം വേല ചെയ്തിട്ട് എഫെസോസിൽ നിന്ന് പോകുന്നൊരു സന്ദർഭമുണ്ട്. അപ്പം എഫെസോസിലെ മൂപ്പന്മാരെ എല്ലാം മിലേത്തോസിൽ നിന്ന് വിളിച്ചു, എൽഡേഴ്സിനെ വിളിച്ചിട്ട് പൗലോസ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ 2-3 കൊല്ലം വേല ചെയ്തു. അത് 2 കൊല്ലം ബൈബിൾ ക്ലാസ് എടുത്ത് 1 കൊല്ലം നന്നായിട്ട് പ്രവർത്തിച്ചു. കണ്ടവരോടും ചന്തസ്ഥലത്തും വഴിവക്കത്തും പുഴവക്കത്തും മെനക്കെടാനും വീട് തോറും രഹസ്യമായി പരസ്യമായിട്ടൊക്കെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചു. ഇപ്പോൾ ഞാൻ യെരൂശലേമിലേക്ക് പോകുക, കഷ്ടങ്ങളും ബന്ധനങ്ങളും എനിക്കായിട്ട് കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണത്തോട് പ്രസ്താവിക്കുന്നതുകൊണ്ട്. പക്ഷേ ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്താ പ്രശ്നമെന്ന്. പക്ഷേ എൻ്റെ പ്രാണനെ ഞാൻ വിലയേറതായിട്ട് എണ്ണുന്നില്ല. ദൈവകൃപയുടെ ഓട്ടവും കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ഇതെല്ലാം മൂപ്പന്മാരോട് പറഞ്ഞേച്ച് പൗലോസ് ഒരു കാര്യം പറഞ്ഞു, പിന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് പോകുക, ഇനി നിങ്ങൾ ആരും എൻ്റെ മുഖം കാണുകയില്ല. പക്ഷേ ഞാൻ പോയി കഴിയുമ്പോൾ 2 പോരാട്ടം ഈ സഭയ്ക്കകത്തുണ്ടാകും. 2 പോരാട്ടം. അതിൽ ഒന്നാമത്തെ പോരാട്ടം ആമേൻ വെളിയിൽ നിന്നുള്ള പോരാട്ടമാണ്. 2ാമത്തെ പോരാട്ടം അകത്തിൽ നിന്നുള്ളതാണ്. നിങ്ങൾ ഒരു വാക്യം വായിച്ച് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യം വേഗത്തിലൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20-28-29. നിങ്ങളെ തന്നെയും 29 വായിച്ചു. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. പറഞ്ഞ് ശ്രദ്ധിച്ചോ, ഞാനിപ്പോൾ ഇവിടുന്ന് പോവുക, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കിടക്കും. നിങ്ങളുടെ ഇടയിൽ കിടക്കും എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് വരുമെന്ന്. വെളിയിൽ നിന്ന് വരും, സൂക്ഷിച്ചോണം. അടുത്ത വാക്യം, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാൻ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് വെടിനേക്കും. അപ്പം 2 പ്രശ്നം, 2 പോരാട്ടം. 1 വെളിയിൽ നിന്ന് വരുന്ന പോരാട്ടം, 2 അകത്തെ പോരാട്ടം. ഈ വെളിയിലത്തെ പോരാട്ടം നമുക്ക് സഹിക്കാം, അകത്തെ പോരാട്ടമാണ് സഹിക്കാൻ പറ്റാത്ത. ഞാൻ എപ്പോഴും പറയും, വെളിയിലെടുത്താൽ നമ്മളെ അനാവശ്യം പറഞ്ഞാൽ നമുക്ക് കതകും ജനലും എല്ലാം അടച്ചിട്ടേച്ച് പെരയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കാം. മുറിക്കകത്തിരിക്കുന്നവനാ പ്രശ്നം ഉണ്ടാക്കുന്നതിലോ. എവിടെ പോകും നമ്മൾ? ഉദാഹരണമായിട്ട് ഞാൻ പറയുക, പിണങ്ങാനല്ല. അക്രൈസ്തവനായ ഒരുത്തൻ നമ്മളെ അടിക്കാൻ വന്നാൽ ഒന്നെങ്കിൽ ഒഴിഞ്ഞു മാറാം, ഇല്ല എൻ്റെ ഭാഷയിൽ പറഞ്ഞ അവനെ പ്രാർത്ഥിച്ചൊതുക്കാം. സഭയ്ക്കകത്തുള്ളൊരുത്തൻ നമ്മളെ തല്ലാൻ വന്നാലോ എങ്ങനെ പ്രാർത്ഥിച്ചൊരുക്കും? നമ്മൾ അവൻ മറുഭാഷ പറഞ്ഞ് അടിക്കാൻ വരുന്നത്. ആത്മാവി നിറഞ്ഞ അവൻ തല്ലാൻ, കർത്താവ് ഈ ശരീരാത്മതകളെ ബലപ്പെടുത്തണമേ. പിന്നെ 2 പോകുമ്പോഴേ ഉള്ളൂ. 1 അടിയും പ്രശ്നം ഉണ്ടാകുമെന്നൊരു ചിന്ത ഉണ്ടായാൽ അന്നത്തെ ദിവസം പോകാതിരിക്കുന്നതാ നല്ലത്, അല്ലെങ്കിൽ ഒഴിഞ്ഞങ്ങ് മാറിയേക്കണം. അപ്പൊ വെളിയിലത്തെ പോരാട്ടം നമുക്ക് സഹിക്കാം, അകത്തതാ പ്രശ്നം. അപ്പോൾ 4-ാം അധ്യായത്തിൽ വെളിയിലായിരുന്നു പ്രശ്നം. ഇപ്പോൾ 6-ാം അധ്യായത്തിൽ സഭയ്ക്കകത്ത് പ്രശ്നം. ആ പ്രശ്നം അപ്പോസ്തലന്മാര് പരിഹരിച്ചു. അതാ അപ്പോസ്തലിക ശുശ്രൂഷ. ഏത് വിഷയം വന്നാലും അത് പരിഹരിച്ചെടുക്കണം. നമുക്കൊരു വിഷയം, സഭയ്ക്കൊരു വിഷയം വന്നാൽ വെളിയിലുള്ളവരല്ല പരിഹരിക്കേണ്ടത്, സഭയ്ക്കകത്തുള്ള നടത്തിപ്പുകാരത് പരിഹരിക്കണം. ഇപ്പൊ സഭയിലെ പ്രശ്നമെല്ലാം വെളിയിൽ കൊടുക്കുക, അവർക്കങ്ങ് കൊടുക്കുക. സഭയ്ക്കകത്തുള്ളവൻ തന്നെ ന്യൂസല്ല ഇല്ലേ? ഇവിടെ വന്ന് കൈയൊട്ടി പാട്ട് പാടി തമ്പാറടിച്ച് കർത്തൃമേശ എടുത്ത് പോകുന്നവനാ ഇത് മുഴുവൻ വെളിയിൽ കൊടുക്കുന്നത്. അതിനതിന് അവർ കൊട്ടിഘോഷിക്കുക. ഇതിനകത്ത് തീർക്കണം. അപ്പോൾ 6-ാം നൂറ്റാണ്ടിലെ ഈ പ്രശ്നം അപ്പോസ്തലന്മാരത് പരിഹരിച്ചു. പത്രോസ് പറഞ്ഞു, അതുകൊണ്ട് ദൈവവചനം ഉപേക്ഷിച്ച് മേശമേൽ ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾക്ക്
വിഹിതമല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് ജ്ഞാനവും നല്ല സാക്ഷ്യവും പരിശുദ്ധാത്മ നിറവുമുള്ള 7 പേരെ തിരഞ്ഞെടുക്കട്ടെ. അവര് മേശമേ ശുശ്രൂഷിക്കട്ടെ. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉത്തിരിക്കും. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു. 6-ാം അധ്യായത്തിൽ 7-ാം അധ്യായത്തിൽ ഇങ്ങനെ മേശമേൽ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്ത സ്തേഫാനോസിന്റെ ശുശ്രൂഷ ദൈവം വ്യത്യാസപ്പെടുത്തി. ആ സ്തേഫാനോസിന്റെ പ്രഥമ പ്രസംഗമാണ് 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. 7-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചത്. അവൻ പറഞ്ഞത്, സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുവേ. നമ്മുടെ പിതാവായ അബ്രഹാം പണ്ട് ഹാരാന് വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊട്ടോമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി. അപ്പോൾ അവരുടെ പൂർവ്വപിതാവാകുന്ന അബ്രഹാമിന്റെ ചരിത്രം മുതൽ സ്തേഫാനോസ് കൊണ്ട് പ്രസംഗിക്കുക. ആ ഭാഗമെല്ലാം വിവരിക്കുന്നില്ല. അങ്ങനെ പ്രസംഗിച്ച് ഇസ്രായേൽ ചരിത്രം സ്തേഫാനോസ് പ്രസംഗിക്കുക. ആ പ്രസംഗിച്ച് വരുന്ന കൂട്ടത്തിൽ പറഞ്ഞ പദമാണ് ഇന്ന് രാത്രി കുറുവാക്യമായിട്ട് നമ്മൾ വായിച്ചത്. ഇനി അതിന്റെ 38-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിൽ സഭയിലിരുന്നവർ. സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിലിരുന്നവർ. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചെറിയ വിഷയം മരുഭൂമിയിലെ സഭയുടെ വിശേഷതകളാണ്. സ്തോത്രം. മരുഭൂമിയിലെ സഭയുടെ വിശേഷതകൾ. അപ്പോൾ സീനായി മരുഭൂമിയിൽ തന്നോട് സംസാരിച്ച ദൂതനോട് നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവൻ. ഈ മരുഭൂമിയിലെ സഭയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട വിശേഷത പുറപ്പാട് പുസ്തകവും ഒക്കെ നമ്മൾ ചേർത്ത് പഠിച്ചാൽ, ആവർത്തന പുസ്തകവും പുറപ്പാട് പുസ്തകവും സംഖ്യാപുസ്തകം എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് പഠിച്ചാൽ മരുഭൂമിയിലെ സഭയുടെ ഈ സഭയിൽ വന്നിരിക്കുന്നവരുടെ ഒന്നാമത്തെ വിശേഷത ഇവര് കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചവരുടെ കൂട്ടമാണ്. അതാണ് ഈ സഭയുടെ ഒന്നാമത്തെ വിശേഷത. ഒരു കുഞ്ഞാടിനെ അറുത്ത് ഇവർ ചോരത്തളി ആചരിച്ച് അവൻ വിടുതൽ പ്രാപിച്ചവരുടെ കൂട്ടമാണ് മരുഭൂമിയിലെ സഭയുടെ ഒന്നാമത്തെ പ്രത്യേകത. നമുക്കറിയാം, 430 വർഷത്തോളം അടിമകളായി പ്രവാസികളെ കടന്നുപോയ ഇവരെ ദൈവം തമ്പുരാൻ തൻ്റെ അഭിഷിക്തനാകുന്ന മോശ മുഖാന്തരം ഇസ്രായേൽ നിന്ന് പുറപ്പെടുവിക്കുക. ആ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കുവാൻ ദൈവം പല പല ഉപാധികൾ നടത്തി. പക്ഷേ ഫറവോന്റെ ഹൃദയം കഠിനമായി. ആരംഭത്തിൽ 9 ബാധ വിട്ടിട്ട് മാനസാന്തരം വരാഞ്ഞതുകൊണ്ട് 10ാമത്തെ ബാധ സംഹാരബാധ അയക്കുക. ആ സംഹാരബാധ അയക്കുന്നതിന് മുമ്പ് ദൈവം ഒരു വ്യവസ്ഥ വെച്ചു. ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിക്കണം. വീടൊന്നിന് ഒരാട്ടുംകുട്ടി. അല്ല, ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് തന്നെ അറക്കണം. വായിച്ചേ. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം മുതൽ വായിക്കാം. മരുഭൂമിയിലെ സഭയുടെ വിശേഷതകളിൽ പ്രാരംഭ വിശേഷത, ഈ മരുഭൂമിയിലെ സഭയിൽ ആമെ കൂടപ്പെട്ടവരുടെ വിശേഷത, ഇവർ കുഞ്ഞാടനെ അറുത്ത് ചോരത്തളി ആചരിച്ച കൂട്ടമാണ്. അതിന്റെ വാക്യങ്ങളാണ് വായിക്കുക. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള തിരുവെഴുത്തുകൾ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ട്. ഞാൻ അപ്പോസ്തല പ്രവൃത്തിയാ പറഞ്ഞല്ലയോ. പുറപ്പാട് പുസ്തകം. യഹോവ മോശെയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തതെന്തെന്നാൽ, ഈ മാസം നിങ്ങൾക്ക് മാസത്തിന്റെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസമായിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസഭയോടും സംഘത്തോട് പറയേണ്ടതെന്നാൽ, ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മൈക്കിന്റെ അപാകതയുണ്ട്. തന്നെയല്ല, നിങ്ങൾ ദൈവവചനം ശ്രദ്ധിച്ച് ഇതിനോട് യോജിച്ച് നിൽക്കണം. ദൈവത്തിൻ്റെ മഹത്വം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തുരുത്തക്കാട് കൺവെൻഷനും ചെന്നിത്തല കൺവെൻഷനൊക്കെ നല്ല കൂട്ടവുമായിരുന്നു. ഇരുന്നവരും നല്ല ഉത്സാഹത്തോടായിരുന്നത്. ഇതിപ്പം നിങ്ങൾ ഇരിക്കുന്ന കണ്ടിട്ട് ഞാൻ എന്നാളെ താണ്ട് മോട്ടിച്ചോണ്ട് പോയി ഇല്ലേ, അന്ന് മോട്ടിച്ച പുള്ളിയാണ് ഇപ്പം വന്നേക്കുന്നത്. ആ രീതിയിലാണ് നിങ്ങളുടെ നോട്ടോ ഇരിപ്പൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്നാലും വന്നിരിക്കുന്നല്ലോ വലിയ കാര്യം. സ്തോത്രം. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്കൊരു നല്ല ചായ മേടിച്ച് തന്നാൽ കൊള്ളാമെന്നുണ്ട്. നല്ല ക്ഷീണത്തിൽ ഇരിക്കുക, കടുപ്പമുള്ള 2 ചായ.
നാളെ നോക്കാം. അപ്പോൾ മരുഭൂമിയിലെ സഭയുടെ വിശേഷതകളിൽ ഒന്ന്, കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചവരുടെ കൂട്ടമാണ് മരുഭൂമിയിലെ സഭയിലുള്ളവർ. അപ്പോൾ ദൈവം തമ്പുരാൻ ഒരു വ്യവസ്ഥ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളെ അറിയിച്ചു, ഈ മാസം നിങ്ങൾക്ക് മാസത്തിന്റെ ആരംഭമായിരിക്കണം. ആബീമ മാസം 1 മുതൽ മാസത്തിന്റെ ആരംഭമായിരിക്കണം. അതത് കുടുംബത്തിന് ഒരാട്ടുംകുട്ടിയെ നിങ്ങൾ വേർതിരിക്കണം എന്ന് പറഞ്ഞാൽ വീടൊന്നിന് ഒരാട്ടുംകുട്ടി. ഏതാണ്ട് ചരിത്രം പറയുന്നത് 6,33,351 ആട്ടുകൊറ്റനെ വേർതിരിച്ചെന്ന. കാരണം സംഖ്യാപുസ്തകത്തിൽ കുടുംബത്തിന്റെ കണക്ക് പറയുമ്പോൾ ആ വിധത്തിൽ കുടുംബങ്ങളുണ്ട്. അപ്പോൾ വീടൊന്നിന് ഒരാട്ടുംകുട്ടി, ഒരു കുടുംബത്തിന് ഒരാട്ടുംകുട്ടി വെച്ച് വേർതിരിക്കണം. ഇനി ആട്ടുംകുട്ടിക്ക് യോഗ്യതയുണ്ട്. എന്താണ് ആട്ടുംകുട്ടിയുടെ വിശേഷത? 12-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിക്കാം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും ആട്ടുംകുട്ടി ഊനമില്ലാത്തത് 1 വയസ്സ് പ്രായമുള്ളതുമായിരിക്കണം. അത് ആണായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. അപ്പൊ ആട്ടുംകുട്ടിയുടെ യോഗ്യത, ആട്ടുംകുട്ടി ഊനമില്ലാത്തതായിരിക്കണം, 1 വയസ്സ് പ്രായമുള്ളതായിരിക്കണം. അത് കോലാടോ ചെമ്മരിയാടോ ആകാം. ഈ ആട്ടുംകുട്ടി മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് നടലാണ്. ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞ നമുക്കറിയാം, മനപ്പാടമാ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പോൾ ഇസ്രായേൽ മക്കൾ വേർതിരിച്ച ഈ കുഞ്ഞാട്, അല്ലെങ്കിൽ ആബീമ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് അറക്കപ്പെടുവാൻ വേർതിരിച്ചിരിക്കുന്ന ഈ കുഞ്ഞാട് കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ കാണിക്കുന്നു. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ക്രിസ്തുവാണ് ഈ കുഞ്ഞാട്. ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത ഊനമില്ലാത്ത കുഞ്ഞാട്. യേശു ക്രിസ്തുവിന് യാതൊരു ഊനമില്ല. അവിടുന്ന് പാപം ചെയ്യാത്തവനാ, പാപമേശാത്തവനാ, പാപം തീണ്ടാത്തവനാ, പാപം ചെയ്യാത്തവനാ, പാപമറിയാത്തവനാ, പരമവിശുദ്ധനാണ് ക്രിസ്തു. യാതൊരു കളങ്കമില്ലാത്ത, യാതൊരു അകൃത്യമില്ലാത്ത പരിശുദ്ധനായിരുന്നു ക്രിസ്തു. പല കോടതി മാറി മാറി വിസ്തരിച്ചിട്ട് നമ്മുടെ കർത്താവിൽ യാതൊരു കുറ്റവും കണ്ടില്ല. പീലാത്തോസും ഹേരോദാവും ഒക്കെ മാറി മാറി വിസ്തരിച്ചിട്ടും യേശുവിൽ യാതൊരു കുറ്റവും കണ്ടില്ല. ഒടുവിൽ പീലാത്തോസ് നമുക്കറിയാം, വെള്ളമെടുത്ത് കൈ കഴുകി പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അന്നത്തെ അധികാരി പറയാൻ, അവിടുന്ന് നീതിമാനാണ്, യേശു ക്രിസ്തുവാണ് നീതിമാൻ. എല്ലാവരും അനീതി ചെയ്ത് അനീതിയെ രസിക്കുമ്പോൾ നീതിമാനായ ഒരുവൻ മാത്രമേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പീലാത്തോസ് പറയുക, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ക്രൂശിൽ കിടന്ന ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ഈ ക്രൂശിന്മേൽ കയറി. ഈ നീതിമാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. വഴി നടന്ന് പോയവർ ക്രിസ്തുവേശുവിൻ്റെ തിരുമരണ സമയത്ത് ശൗമേൽ സാറിൻ്റെ ഭാഷ പറഞ്ഞ പാറ പിളർന്നു, പാരിളകി. യെരൂശലേം ദേവാലയത്തിൻ്റെ തിരശീല മുകളിൽ നിന്ന് 2ആയിട്ട് ചിന്തി. സ്തോത്രം. ചില മണിക്കൂറുകൾ ഈ അന്തരീക്ഷം, ഈ ഭൂലോകം മുഴുവൻ ഇരുട്ടായി. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്ത് ഭയങ്കര ഇരുട്ടുണ്ടായി. ഭൂമി കുലുങ്ങി, പാറ പിളർന്നു. കല്ലറകളിൽ നിന്ന് പലരും ഉയർത്തു എന്ന് വേണ്ട, ഈ അണ്ടകടാകം മുഴുവൻ വല്ലാത്ത സ്ഥിതിയിലായി. അപ്പോൾ വഴി നടന്നു പോയവർ ശതാധിപനുമൊക്കെ പറയുന്ന പദമുണ്ട്, അയ്യോ വാസ്തവമായിട്ട് അവിടുന്ന് നീതിമാനാണ്. പീലാത്തോസിന്റെ ഭാര്യയ്ക്ക് ദർശനമുണ്ടായിട്ട് പറഞ്ഞു, ആ നീതിമാന് വിരോധമായിട്ട് ദോഷമൊന്നും ചെയ്തേക്കരുത്. പല കോടതി മാറി മാറി വിസ്തരിച്ചിട്ടും യാതൊരു കുറ്റവും യാതൊരു തെറ്റും യാതൊരു കളങ്കവും യാതൊരു അകൃത്യവും യാതൊരു അപാകതയും ഇല്ലാഞ്ഞ പരമവിശുദ്ധനാ ക്രിസ്തു. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പരമവിശുദ്ധനായ ദൈവകുഞ്ഞാട്. ഇന്ന് രാത്രി ആ ദൈവകുഞ്ഞാടാകുന്ന യേശു നമ്മുടെ നടുവിലുണ്ട്. 2 or 3 പേർ എന്ന നാമത്തിൽ കൂടിയാൽ നടുവിൽ വരുമെന്ന് അരുളി ചെയ്ത നസറായൻ ഇന്ന് രാത്രി നടുവിൽ ദൈവകുഞ്ഞാടാകുന്ന ക്രിസ്തു. ഹല്ലേലൂയ. രാടീനെ നേടുവാൻ തേടി നീ വന്നതിനാൽ കാട്ടൂടെയോടിയോരാടിനെ നേടുവാൻ തേടി നീ വന്നതിനാൽ
എന്റെ ശരണം തിരുപാദം എന്റെ ശരണം. ഇന്ന് രാത്രി ഈ കുഞ്ഞാട് മറ്റാരുമല്ല, കർത്താവാകുന്നു യേശു ക്രിസ്തു. അപ്പൊ ആ ആട്ടിൻകുട്ടി 1 വയസ്സ് പ്രായമുള്ളത് ഊനമില്ലാത്തതും ആണുമായിരിക്കണം. കോലാടോ ചെമ്മരിയാടോ ആകാം. അതിനെ സന്ധ്യാസമയത്ത് അറുത്ത് 14-ാം തീയതി സന്ധ്യാസമയത്ത് കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ രക്തം ഒരു കിണ്ണത്തിലെടുത്ത് ഈസോപ്പ് ചെടിയുടെ കെട്ടെടുത്ത് കിണ്ണത്തിൽ മുക്കി കട്ടളക്കാർ അണ്ടിലും കുറുമ്പടിമയിലും പുരട്ടണം. വ്യാഖ്യാനിക്കുന്നില്ല. ഈ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചത് യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന് നടല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടമാണ് മരുഭൂമിയിലെ സഭ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. അവിടുത്തെ രക്തം പുണ്യാക രക്തമാ. അവിടുത്തെ രക്തം പരിശുദ്ധ രക്തമാ. അവിടുത്തെ രക്തം വിലയേറിയ രക്തമാ. അവിടെ രക്തം ഗുണകരമായി സംസാരിക്കുന്ന രക്തമാ. അവിടുത്തെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ യോഗ്യരാക്കി തീർത്ത രക്തമാ. ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തമാണ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടമേ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെ യോഗ്യരാക്കി തീർത്ത നിർമ്മല രക്തമാണ് ക്രിസ്തുവിന്റെ രക്തം. ഈ രക്തത്താൽ രോഗശാന്തിയുണ്ട്. ഈ രക്തത്താൽ പാപമോചനമുണ്ട്. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കുന്നമേ ശുദ്ധീകരിക്കും. രോഗത്തെ സൗഖ്യമാക്കുന്ന രക്തം, പാപത്തെ മോചിക്കുന്ന രക്തം, ദൈവത്തെ ആരാധിക്കാൻ യോഗ്യരാക്കി തീർത്ത രക്തം. വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഈ രക്തം നമുക്ക് ജയം തരുന്ന രക്തമാണ്. അവർ കുഞ്ഞാടിന്റെ രക്തത്താൽ ജയിച്ചെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. ഇന്ന് രാത്രി ആ രക്തത്താൽ വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ മരുഭൂമിയിലെ സഭയുടെ ഒന്നാമത്തെ പ്രത്യേകത അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ തിരുരക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തുവിനായിട്ട് ഇന്ന് രാത്രി സമർപ്പിക്കണം. നിന്റെ പാപങ്ങൾ എത്ര കടുംചുമപ്പായിരുന്നാലും, എത്ര രക്താംബരം പോലെ ഇരുന്നാലും, അത് ഹിമം പോലെ പഞ്ഞു പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തമാണ് ക്രിസ്തുവേശുവിന്റെ രക്തം. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയെന്ന തിരുവചനത്തിൽ പഠിപ്പിക്കുന്നത്. അത് അങ്ങനെ തന്നെയാ. ആമൻ മനുഷ്യന്റെ പാപത്തിന് എന്തോന്നു കൊണ്ട് പരിഹാരം വരുത്തു. ആമൻ കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവർത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരങ്ങൾ കൊണ്ടോ, അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, ക്രിയകൾ കൊണ്ടോ, പാരമ്പര്യങ്ങൾ കൊണ്ടോ, മാമൂലുകൾ കൊണ്ടോ ഒന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാധ്യമല്ല. ആമൻ പാപത്തിന് പരിഹാരം വരുത്തുന്നത് യേശുവിന്റെ പരിശുദ്ധ രക്തത്താലാ. ഇന്ന് രാത്രി ഏറ്റു പറ, യേശുവേ ഞാനൊരു പാപിയാ, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവിടുന്ന് മരിച്ചു. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ പാപമോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി അവിടുത്തെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, എൻ്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരണമേ, എന്നെ ഇന്ന് രാത്രി രക്ഷിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമമാ. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. മരുഭൂമിയിലെ സഭയുടെ ഒന്നാമത്തെ പ്രത്യേകത ആമേൻ കുഞ്ഞാടിന്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. 2, ഈ മരുഭൂമിയിലെ സഭയുടെ രണ്ടാമത്തെ പ്രത്യേകത ഇവരെ ചെങ്കടല് കടന്ന് മറുകര കയറിയവര് എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചവര് മിസ്രയീമിൽ തന്നെ നിന്നില്ല, അവര് മിസ്രയീം വിട്ടു. ഇന്ന് പലരും ചോരത്തളിയൊക്കെ ആചരിച്ചു പിന്നെ അവിടെ തന്നെ അങ്ങ് നിൽക്കുക, അവിടുന്ന് പോരുകയില്ല. അപ്പോൾ ഇവര് മിസ്രയീം വിട്ടു പോന്നു. 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു സമൂഹം
മോശയുടെ നടത്തിപ്പിനാൽ ഇവർ മിസ്രയീം വിട്ടു യാത്ര ചെയ്ത് ഇവർ ചെങ്കടൽ കടന്നു. അധികം വിവരിക്കുന്നില്ല. ചെങ്കടൽ എന്നുള്ളത് റോമാലേഖനവും കൊരിന്ത്യലേഖനവും പത്രോസിൻ്റെ ലേഖനവും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് പഠിക്കുകയാണെങ്കിൽ ഇത് സ്നാനത്തിന് നിഴലാണ്. അപ്പോൾ മരുഭൂമിയിലെ സഭയുടെ രണ്ടാമത്തെ പ്രത്യേകത വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടവരുടെ കൂട്ടമാണ്. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, പെന്തിക്കോസുകാർ കണ്ടുപിടിച്ച പുത്തന്മാർഗവും അല്ല. ചിലർ ഓർക്കുന്നത് പെന്തിക്കോസുകാരെല്ലാം കൂടെ ഒപ്പിച്ചതാ. നോഹയുടെ കാലം മുതലേ സ്നാനം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ആ പത്രോസ് കൊടുത്തിരിക്കുന്ന ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര്. ലക്ഷക്കണക്കിന് ആൾക്കാരുള്ളപ്പം ഗുണപ്പെട്ടത് എത്രയാ? 8 പേരാ. നോഹയോട് ദൈവം പറഞ്ഞു, ഗോപേർമനം കൊണ്ട് നീ പെട്ടകം ഉണ്ടാക്കണം. ചരിത്രമൊക്കെ പറയുന്നത് നോഹ പകൽ മുഴുവൻ പ്രസംഗിക്കും, രാത്രി മുഴുവൻ ഈ പെട്ടകത്തിൻ്റെ പണി നടത്തുകയായിരുന്നു. നെടുക നടന്ന് പ്രസംഗിക്കുക. അപ്പം പിള്ളേരെല്ലാം പുള്ളിയെ വട്ടനാന്നാ പറയുന്നത്. നോഹെ ഈ ആശാരിമാരും കളിയാക്കിയെന്നാ. അപ്പം പിള്ളേർ പറഞ്ഞത് പോഷനാണ് ഇയാളയ്യോ തലയ്ക്ക് സ്ക്രൂ അയഞ്ഞു. കൊച്ചുങ്ങൾ പറയുക ഇച്ചിരി ഇളകിയിട്ടുണ്ടെന്നാ നോഹയെ കണ്ടപ്പള്ളി. കാരണം പുള്ളി മഞ്ഞുകൊണ്ട് ഭൂമി നനയ്ക്കുന്ന കാലത്ത് ആ പുള്ളി പറയുന്നതിടെ വെള്ളപ്പൊക്കം വരുന്നെന്ന്. സൂക്ഷം, നമ്മളാന്നേ അതിനപ്പുറം പറഞ്ഞേനെ. കൊച്ചുങ്ങൾ പിന്നെ അത്ര വലിയ പറഞ്ഞോളല്ലോ. മഞ്ഞുകൊണ്ട് ഭൂമി നനയ്ക്കുന്ന കാലത്ത് ആ നോഹ പറയുന്നത് വെള്ളപ്പൊക്കം വരുന്നു, വലിയ വെള്ളം വരുന്നു, വെള്ളപ്പൊക്കം. എന്നാൽ ആ പിള്ളേർ പറയുന്ന പോഷനാണ് ഇയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമെന്ന് ഈ പൊട്ടനല്ലാതെ വല്ലവരും പറയുമോ? ഈ സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഹാസ്യമാം ചരൽക്കല്ല് വാരി എറിഞ്ഞെന്ന. ഹാസ്യമാകുന്ന കല്ല് വാരി എറിഞ്ഞു. അതെല്ലാം നോഹ ഏക്കുന്നെങ്കിലും പുള്ളിക്ക് യാതൊരു മാനസിക ബുദ്ധിമുട്ടുമില്ല. പുള്ളിക്കറിയാം ഇത് ദൈവം പറഞ്ഞതാ. സൂക്ഷം ദൈവം അത് ചെയ്യും. ദൈവം പറഞ്ഞതാ. അതുകൊണ്ട് താൻ നന്നായിട്ട് പ്രസംഗിച്ചു. എല്ലാവരും ഒന്നും ഗുണപ്പെട്ടില്ല. പക്ഷേ 8 പേര് ഇതിനകത്ത് കയറി. നോഹയും നോഹയുടെ ഭാര്യയും പിന്നെ യോടി 3 ആൺപിള്ളേരും അവരുടെ ഭാര്യമാരും. അതെണ്ണം മനുഷ്യരിൽ 8 എണ്ണം അകത്ത് കയറി. പിന്നെ മറ്റ് മൃഗജാതികളുമൊക്കെ ഇതിനകത്ത് കയറി. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കും അറിയാം, ഒരു ജാതി മാത്രം ഇതിനകത്ത് കയറിയില്ല പെട്ടകത്തിനകത്ത്. ഏതാ? ഒരു ജാതി ഇതിനകത്ത് കയറിയില്ല. ബാക്കി എല്ലാ ജാതി ഇതിനകത്ത് കയറി. ഏത് ജാതിയാ കയറാഞ്ഞേ? ഒരു ജാതി പെട്ടകത്തിനകത്ത് കയറിയില്ല. ബാക്കി എല്ലാ ജാതി ഇതിനകത്ത് ഷൂള പഠിച്ച് കേൾപ്പിക്കരുത്. സമയം പോകുന്നല്ലോ. ഈ 300 മുഴം നീളം, 50 മുഴം ഉയരം, 30 മുഴം ഉയരം, 50 മുഴം വീതി, 3 തട്ട്, പല കോഷ്ടങ്ങൾ, ഏകമാം വാതില്. ഈ പെട്ടകത്തിനകത്ത് ഒരു ജാതി ഒഴിച്ച് ബാക്കി മുഴുവൻ ജാതി ഇതിനകത്ത് കയറി. നിങ്ങൾ അങ്ങ് പറഞ്ഞതേ ഉള്ളു, ഒരു ജാതി മാത്രം കയറിയില്ല. ആ ജാതി മറ്റൊന്നുമല്ല, ജലജാതി. മൃഗജാതി ഇതിനകത്ത് കയറി, ഇഴജാതി ഇതിനകത്ത് കയറി, പറവജാതി ഇതിനകത്ത് കയറി, മനുഷ്യജാതി ഇതിനകത്ത് കയറി. ജലജാതി മാത്രം വെള്ളത്തിലുള്ളതിനകത്തോട്ട് കയറണ്ടല്ലോ, പൊങ്ങാൻ പോവല്ലേ. അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ: നോഹിന്റെ തനകരാം യാപത്തും ക്ഷേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോഹും നോഹിന്റെ പത്നിയും. ഇതിനകത്ത് കയറിയ ആൾക്കാരാ. നോഹിന്റെ തനകരാം യാപത്തും ക്ഷേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോഹും നോഹിന്റെ പത്നിയും. വീടിന് കാവൽ നിൽക്കും കുക്കുരം. കുക്കുരം പട്ടി. പട്ടി ഇതിനകത്ത് ആടി കയറി. പട്ടി കയറിയെന്ന് ഇതിനകത്ത്. പട്ടിയെ വളർത്തിയ കറിയാച്ചൻ ഇതിനകത്ത് കയറിയില്ല.
പട്ടി ഇതിനകത്ത് കയറി ബൗ ബൗ കറിയ കയറടാന്നായി പറയുന്നത്, കയറുകയല്ല. കറിയ വെള്ളം കുടിച്ച് യാകാൻ തന്നെ നിൽക്കുക. വീടിന് കാവൽ നിൽക്കും കുക്കുരം പട്ടി, വീടിന് കാവൽ നിൽക്കും കുക്കുരം, മാർജരങ്ങൾ, ആടുമാടുകൾ, കന്നുകാലികൾ ഇത്യാദിയും കാട്ടിലെ മൃഗങ്ങളാ കേസരി. പുള്ളി ഇതിനകത്ത് കയറി. നാട്ടിലെ രാജാവാന്നും പറഞ്ഞ് നടക്കുന്ന അവറാച്ചൻ ഇതിനകത്ത് കയറിയില്ല. കാട്ടിലെ രാജാവ് ഇതിനകത്ത് കയറി. കാട്ടിലെ രാജാവ് കേസരി, കാട്ടിലെ മൃഗങ്ങളാം കേസരി, ദന്താവളം, കാട്ടുപോത്തുക്കൾ, കരിമ്പുലി, കോലവും, ശാർദൂരശീലമാം പുള്ളിപ്പുലിജാലവും, അർദ്ധ്യമർദ്ധ്യ രൂപികൾ, തുള്ളിയോടിടും പുള്ളിമാനോടും മുള്ളൻ പന്നി. മുള്ളൻ പന്നി വരെ ഇതിനകത്ത് കയറി. തുള്ളിയോടിടും പുള്ളിമാൻ, തുള്ളിയോടിടും പുള്ളിമാനോടും മുള്ളൻ പന്നി, വള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി, അറുകറാന്ന് കറുത്ത കരിമന്തി വരെ ഇതിനകത്ത് കയറി. വെളുവെളുവെളുന്ന് വെളുത്ത മേരി ഇതിനകത്ത് കയറിയില്ല. സാറാമേ കരിമന്തി വരെ ഇതിനകത്ത് കയറി. നീ ഇപ്പോഴും മറാമ കളിച്ച് നടക്കുക, വെള്ളം കുടിച്ച് യാകുക, അല്ലാതെ യാതൊരു ഗതിയും നിനക്ക് വരിക. വള്ളിമേൽ കമ്പക്കളി നടത്തും കരിമന്തി, അളങ്ക്, അണ്ണിപ്പിള്ള, കീരിയും, അരണ്യത്തിൽ ഒളിഞ്ഞു നടക്കുന്ന ജീവികൾ, തത്തകൾ. തത്ത ഇതിനകത്ത് കയറി. തത്തകൾ പലതരം, ഞാറകൾ, കുളക്കോഴി, നത്തോട്, പൊന്മാൻ, മരം കൊത്തിയും, വേഴാമ്പലും ഇത്യാദി പക്ഷികളും ഇതര ജീവിവർഗവും ഒക്കെയും പോതത്തിൽ. പോതം പെട്ടകം. ചുരുക്കി പറഞ്ഞാൽ മൃഗജാതിയും ഇഴജാതിയും പറവജാതിയും മനുഷ്യജാതിയിൽ 8 പേര് ഇതിനകത്ത് കയറി. ജലജാതി ഇതിനകത്ത് കയറിയില്ല, കാരണം വെള്ളം തന്നെ പൊങ്ങാൻ പോവുക. 8 പേര്. അത് പത്രോസ് ഭാഗത്തെ പേര് പറഞ്ഞത് അത് സ്നാനത്തിനൊരു മുൻകുറിയ, സ്നാനത്തിന് മുൻകുറിയ. ഇനി ഇതുങ്ങളെല്ലാം കൂടെ ഈ പെട്ടകത്തിനകത്ത് കയറി ഇരിക്കുമ്പോൾ നാട്ടുകാർ ആവശ്യമില്ലാത്തൊക്കെ ഒത്തിരി പറയും, ഇല്ലേ? അത് അന്നും പറയും ഇന്നും പറയും. നിങ്ങൾ ന്യായമായിട്ട് ചിന്തിച്ചാൽ സ്തോത്രം ഒത്തിരി പറയും. പക്ഷേ ഈ പെട്ടകത്തിനകത്ത് അകത്ത് കയറി വരുമ്പോൾ അറിയാം അതിൻ്റെ ഇരിപ്പും ക്രമീകരണമല്ല. കാരണം ഇതിനകത്ത് ഈ പെട്ടകം ക്രിസ്തുവിന് നിഴലാ. സ്തോത്രം. ഇതിന് ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പിന്നെ പുതിയ സൃഷ്ടിയാണ്. കോഴി അങ്ങോട്ട് കയറിയപ്പം പുറകെ കുറുക്കനും കയറി. ഇത് പെട്ടകത്തിന് വെളി വെച്ചാന്നല്ലോ. കോഴി അങ്ങോട്ട് കയറിയപ്പം നേരെ തൊട്ട് പുറകിൽ കുറുക്കൻ. അപ്പം വെളി നിൽക്കുന്നതിന് പിന്നെ രണ്ടുകൂടെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അനക്കമൊന്നുമില്ലെന്നാ തോന്നുന്നു. എന്നാൽ ഒന്നെ മറ്റവൻ പിടിച്ചു കാണും. ഒന്നെ മറ്റവൻ അഭിപ്രായം പെടലിക്കായിരിക്കും പിടിച്ച്. അഭിപ്രായം പറയല്ലേ? ഈ വെളിയിൽ നിൽക്കുന്നവൻ കാണുന്നില്ലല്ലോ ഇതിനകം എങ്ങനെയാണ്. അതുകൊണ്ട് അവൻ ചുമ്മാ ആവശ്യമില്ലാത്തല്ല അവിടെ ഇരുന്ന് വിളിച്ചു പോവുക. അപ്പം മറ്റം പറഞ്ഞ് പെടലിക്കായിരിക്കും പിടിച്ച്. ഒന്ന് വേറൊരുത്തൻ പറഞ്ഞു ചുണ്ടു കൂട്ടി പിടിച്ചത്, അതാ ശബ്ദം കേൾക്കാതെ. വെളിയിൽ നിന്ന് നല്ല കമന്റ്. ഞങ്ങൾക്ക് ഒരു അച്ചാനുണ്ട്, ചുമ്മാ ഇരുന്ന് കൗണ്ടർ അടിക്കും. പുള്ളി ആയിരുന്നെങ്കിൽ സൂക്ഷ ഇതല്ല നന്നായിട്ട് പറഞ്ഞേ. ആൾക്കാരിങ്ങനെ ഒത്തിരി അഭിപ്രായം പറഞ്ഞു കാണും. പക്ഷെ ഇത് ഈ പെട്ടകം ക്രിസ്തുവാ. ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാ. കോഴി അങ്ങോട്ട് കയറി. എൻ്റെ ചിന്തയാ ഒന്ന് പറഞ്ഞ് അവിടെ നമ്മൾ സൂക്ഷം കുറുക്കൻ ചെന്ന് താഴെ. അപ്പോൾ ചോദിച്ചു പ്രൈസ് ദി ലോർഡ്. ഉടനെ കുറുക്കൻ സ്തോത്രം. ഉടനെ കോഴി ചോദിച്ച് സൗഖ്യമായിട്ടിരിക്കുന്നല്ലോ. ഉടനെ കുറുക്കൻ പറഞ്ഞു സൗഖ്യം. എപ്പോൾ കയറി? കോഴി പറഞ്ഞു ഞാൻ രാവിലെ കയറിയുള്ളൂ. ഓ സ്തോത്രം. ആ പ്രൈസ് ലാ. ഇത് പെട്ടകത്തിന് ഇതേ ഉള്ളു. അല്ല ഇവിടെ കോഴിയുടെ പുറകെ ആര് കണക്കാനാ? പക്ഷെ വെളിയിൽ നിൽക്കുന്നവൻ പല കമന്റും പറയും, അവൻ പല അഭിപ്രായം പറയും. സ്തോത്രം. എൻ്റെ ഭാവന അങ്ങ് പറഞ്ഞതുള്ളു. രാവിലെ 8:30 ആയപ്പം എലി ചാടി ഇതിനകത്തോട്ട് കയറി. ചുണ്ടലിയും പന്നിയലി, സൂക്ഷം പുറകെ കണ്ടം പൂച്ച്. രണ്ടുപേരും. അപ്പം നോഹ പറഞ്ഞ് എലി ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. പൂച്ചയോട് പറഞ്ഞ് തൊട്ടിപ്പറ ഇരുന്നോളാൻ പറഞ്ഞു. ആട്ടെ, ഇത് പെട്ടകത്തിന് വെളിയിലാന്നല്ലോ. പെട്ടകത്തിന് വെളിയിലാന്നേ ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കാൻ പറ്റുമോ? ഇരുത്തുമോ? ഒന്ന് കാണുകയല്ലോ. പക്ഷേ
രണ്ടുപേരോട് വന്ന് എലി അവിടെ ഇരുന്ന് സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിനെ പൂച്ച വന്ന് പ്രൈസ് ദി ലോർഡ് അടുത്തടുത്തിരിക്കുകയല്ലേ. ഇത് പെട്ടകമായതുകൊണ്ടാണ് ഇത് ഒക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഞാൻ ആ ഭാഗം വന്നു, ഇനി എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് അധികം പറയുന്നില്ല. അത് വേറെ ഭാഗം എടുക്കുമ്പോൾ ആ കുറച്ചുകൂടെയൊക്കെ ഇനി മയിലിൻ്റെ കാര്യമൊക്കെ പറയേണ്ടതുണ്ട്, മാൻ്റെ കാര്യം പറയേണ്ടതുണ്ട്. അതൊന്നും ഇപ്പം പറയുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം. ചുരുക്കി പറഞ്ഞാൽ ഈ പെട്ടകത്തിനകത്ത് കയറി വെള്ളത്തിൽ കൂടിയായി ഇവർ രക്ഷ പ്രാപിച്ചത്. പത്രോസ് പറയാ ഇത് സ്നാനത്തിനൊരു മുൻകുറി. ആ കാര്യങ്ങൾ അങ്ങോട്ട് ആമെ പഠിച്ചു കഴിയുമ്പോൾ പൗലോസ് കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുക, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് മറുകര കയറിയതിനെ പറ്റി പറയുക ഇത് സ്നാനമാ. അവർ വേഗത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ആമേൻ. ഓടിച്ചവസാനിപ്പിക്കാം. മരുഭൂമിയിലെ സഭയുടെ രണ്ടാമത്തെ പ്രത്യേകത വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടവരുടെ കൂട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്നാനപ്പെടണം. എങ്ങനെ സ്നാനം? വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അല്ല, വെള്ളം എടുത്ത് തളിക്കുകയും കുടയുകയും ഇങ്ങനെ തൂക്കുകയോ ഒന്നുമല്ല, വെള്ളത്തിൽ ഇറങ്ങണം. യേശു മാതൃക കാണിച്ചില്ലയോ? യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെടാൻ വന്നപ്പോൾ യോഹന്നാൻ യേശുവിനെ തടഞ്ഞു. എല്ലാവരും വന്ന് സ്നാനപ്പെടുക. യേശു ആണെങ്കിലും നടന്നാ വന്നത്. യോഹന്നാനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, യോഹന്നാനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നും ദൂരത്തു വന്നു നാഥൻ. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോവുക. നമുക്ക് മാതൃകയാം തന്നെ തുടർന്നു പോകുക. തന്നെ തടയുന്നിത സ്നാപകൻ താഴ്മയോടെ. തന്നെ തടയുന്നിത സ്നാപകൻ താഴ്മയോടെ. നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതായിരിക്കെ. നിന്നാലടിയൻ സ്നാനം ഏൽക്കേണ്ടതായിരിക്കെ. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുന്നു. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ. സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്കാൻ സമ്മതമായി. 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 അപ്പോൾ ശ്രദ്ധിക്കുക, യേശു യോഹന്നാന്റെ കൈകീടി സ്നാനപ്പെടാൻ വന്നപ്പോൾ യോഹന്നാൻ യേശുവിനെ തടഞ്ഞു. അപ്പോൾ ക്രിസ്തുയേശു യോഹന്നാനോട് പറയുന്ന പദം നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ഇത് ദൈവത്തിന്റെ നീതിയാണ്. രണ്ടുപേരും വെള്ളത്തിലിറങ്ങി യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തി. യേശുവും സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, ശിഷ്യന്മാരും സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം വെള്ളത്തിലിറങ്ങിയ. ഐനോനിൽ വളരെ വെള്ളം ഉണ്ടായിരുന്നെന്നാ, അല്ലാതെ ഐനോന് തൊട്ടിക്കകത്ത് വെള്ളം നിറച്ച് വെച്ചേച്ച്. ഐനോനിലൊരു തൊട്ടി ഉണ്ടായിരുന്നു, ആ തൊട്ടിക്കകത്ത് മണി വെള്ളം ഉണ്ടായിരുന്നു. അത് ശിഷ്യന്മാരെടുത്ത് കുടയോ തളിക്കോ ചെയ്തേച്ച് കുഞ്ഞുഞ്ഞിനെ മുക്കി, അങ്ങനൊന്നുമല്ല, വളരെ വെള്ളം ഉണ്ടായിരുന്നെന്ന്.
ഫിലിപ്പോസ് ഷണ്ണനും സ്നാനം പഠിക്കുമ്പോൾ വെള്ളത്തിലിറങ്ങി വെള്ളത്തിൽ നിന്ന് കയറിയെന്ന. അതാ ശരിയായ സ്നാനം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മരുഭൂമിയിലെ സഭയുടെ രണ്ടാമത്തെ പ്രത്യേകത സ്നാനപ്പെട്ടവരുടെ കൂട്ടമാണ്. ഒന്ന്, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. രണ്ട്, സ്നാനപ്പെട്ടവരുടെ കൂട്ടം. ഓടിച്ചവസാനിപ്പിക്കട്ടെ. മൂന്നാമത്തെ പ്രത്യേകത അടിക്കപ്പെട്ട പാറയെന്ന് ശുദ്ധ വെള്ളം കുടിച്ചവരുടെ കൂട്ടമാണ്. അടിക്കപ്പെട്ട പാറയെന്ന് ശുദ്ധ വെള്ളം കുടിച്ചവരുടെ കൂട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ആ മരുഭൂമിയിലെ സഭയിൽ ഇരുന്ന് ആമൻ നമുക്ക് ആലോചന തരുന്ന ഒരുവനുണ്ട്. അവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. നാലാമത്തെ കാര്യം, മരുഭൂമിയിലെ സഭയുടെ നാലാമത്തെ പ്രത്യേകത ആമൻ മന്ന ഭുജിച്ചവരാ. മരുഭൂമിയിലെ സഭയുടെ നാലാമത്തെ പ്രത്യേകത, ഈ സഭയിൽ വന്ന സകല ആൾക്കാരും മന്ന ഭുജിച്ചവരാ. ഇവര് മിസ്രയീമിൽ നിന്ന് ആമൻ പുറപ്പെട്ടു വന്ന് മരുഭൂമിയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഈ ജനത്തിന് ദൈവം ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണമാണ് മന്ന. ആ പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം വായിച്ചാട്ട്. ആ 30 മുതൽ വായിച്ചു. പുറപ്പാട് 16:30 പെട്ടെന്ന്. അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും അപ്പൊ ശ്രദ്ധിക്കുക, മരുഭൂമിയിലെ സഭയുടെ പ്രത്യേകത ഒന്ന്, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാ യേശുവിന്റെ രക്തത്താൽ. രണ്ട്, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടവരുടെ കൂട്ടമാണ്. മൂന്ന്, അടിക്കപ്പെട്ട പാറയെന്ന് പുറപ്പെട്ട വെള്ളം കുടിച്ചവരുടെ കൂട്ടമാണ്. മോശ വടിയെടുത്ത് പാറയെ അടിച്ചു, വെള്ളം ചാടി പുറപ്പെട്ടു. കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നത്, അവരെ അനുഗമിച്ച ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാ. അപ്പോൾ ഈ വെള്ളം ഇവര് കുടിച്ചു. സ്തോത്രം. 4, മരുഭൂമിയിലെ സഭയുടെ പ്രത്യേകത അവൻ മന്ന ഭുജിച്ചവരാ. മന്നയെ പറ്റി വായിക്കുന്നത്, ഇത് കൊത്തമ്പാലരി പോലെ വെള്ള നിറമുള്ളതും തേൻകൂട്ടി ചേർത്ത ദോശ കൊടുത്ത് രുചിയുള്ളതാ. ഇന്ന് രാത്രി മന്ന ഭുജിച്ച കൂട്ടമാണ് മരുഭൂമിയിലെ സഭ. ഈ മന്ന ഓടിച്ചു പറയാം, യേശു ക്രിസ്തുവിന് നിഴല. ഈ മന്നയുടെ പ്രത്യേകത, ഇത് ഉയരത്തിന്ന് വീണതാ മന്ന. ഉയരത്തിന്ന് പൊഴിഞ്ഞതാ. ഇങ്ങനെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചെന്ന. അപ്പൊ ഈ മന്ന ഭൂമിയിലെ ഭക്ഷണമല്ല, ഇത് സ്വർഗീയ ഭക്ഷണമാണ് എന്ന് പറഞ്ഞാൽ, ഇത് മുകളിന്ന് വന്നതാ മന്ന. അത് ക്രിസ്തുവിന്റെ നിഴല. മുകളിന്ന് വന്ന ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. ബാക്കി സകല ആൾക്കാരും താഴെ നിന്ന് മേളിലോട്ട് പോവുകയും പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ മുകളിൽ നിറങ്ങി വന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു. ഫിലിപ്പിയാലേഖനത്തിലെ വാക്യം നമുക്കെല്ലാം മനപ്പാഠമാ. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തു. അപ്പം പോയെങ്കിലും പാട്ട് നല്ലതാ. വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ, മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നേ ഞാൻ. മനുഷ്യജന്മം എടുത്ത നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഓ വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ. ഓ വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു, വാഴ്ത്തിടുന്നു ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തിടുന്നേ ഞാൻ. എന്റെ രക്ഷകനെ നന്ദിയോ വാഴ്ത്തിടുന്നു ഞാൻ. ഇന്ന് രാത്രി മന്നയുടെ പ്രത്യേകത, ഇത് ഉയരത്തിൽ നിന്ന് പൊഴിഞ്ഞു വീണതാ. അവൻ ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിച്ചു. ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. മുകളിൽ നിന്ന് വന്നവൻ യേശു ക്രിസ്തു മാത്രം. മന്ന ഒന്ന്, ഇത് മുകളിൽ നിന്ന് വന്നതാണ്.
ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് അറിവുള്ള ഭാഗമാ. മന്നയുടെ ഒത്തിരി പ്രത്യേകത കൊണ്ട് മന്നയുടെ രണ്ടാമത്തെ പ്രത്യേകത, ഈ മന്ന പുജിച്ചവരാ മരുഭൂമിയിലെ സഭയിലിരുന്നവർ, ആ സഭയിലുണ്ടായിരുന്നവർ. ഈ മന്നയുടെ രണ്ടാമത്തെ പ്രത്യേകത, മന്ന വളരെ ചെറുതാ, കൊത്തമ്പാലരി പോലെ വളരെ ചെറുതാ. സ്തോത്രം. വലിയ വലിപ്പമൊന്നുമില്ല, വളരെ ചെറുതാ. എന്ന് പറഞ്ഞാൽ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ നമുക്ക് വേണ്ടി ചെറുതായി. വലിയവനായ ദൈവമെന്ന് ചിന്തിച്ച് ചിലക്കങ്ങോട്ട് മനസ്സിലാകില്ല. ഈ അണ്ടകടാകം മുഴുവൻ നിർമ്മിച്ചവനാ ദൈവം. സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. അത് നിർമ്മിച്ചവനാ ദൈവം. പ്രേക്ഷകരെണ്ണീട്ടുള്ള നക്ഷത്രം ആകമാന, അന്നെണ്ണിയപ്പോൾ പ്രേക്ഷകരെണ്ണീട്ടുള്ള നക്ഷത്രം ആകമാന സൂക്ഷ്മമായ 60 കോടി അന്ന്. ഇപ്പം പിന്നെയും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം നിർമ്മിച്ചവനാ ദൈവം. ഭൂഗോളം ഇതിൻ വ്യാസം സഹസ്രാഷ്ടകം മൈൽ, ആകവെ 28,000 പരിണാഗം വ്യാസമേ. ഈ ഭൂമിയേക്കാൾ വലിപ്പമാ മറ്റു ഗോളങ്ങളല്ല, അതിനേക്കാൾ വലിപ്പമാ വേറെ ഗോളങ്ങൾ. സ്തോത്രം. മറ്റു ഗോളത്തിൽ ചെന്ന് ഈ ഭൂമിയിലോട്ട് നോക്കിയാൽ, സൂക്ഷിച്ച് നോക്കിയെങ്കിൽ ഒരു പൊട്ട് പോലെ കാണുള്ളൂ. അങ്ങനെയുള്ള ഈ ഭൂമിയിലാണ് നമ്മൾ വസ്തുവിന് കിടന്ന് അടിയുണ്ടാക്കുന്നത്. ചുണയുണ്ടെങ്കിൽ എൻ്റെ 1 സെൻറ്റ് എടുക്കാവോ? നിന്നെ ഞാൻ വേറെ ഗോളത്തിൽ ചെന്ന് നോക്കുമ്പോൾ ഈ ഭൂമി പൊട്ട് പോലെ കാണും. ആ പൊട്ട് പോലുള്ള ഭൂമിയിലെ കൂടുതലും വെള്ളമാണ്, കരഭാഗം വളരെ കുറവാണ്. ആ കരഭാഗം കുറച്ചുകൊണ്ട് അതിലെ ഒരു ചെറിയ ഭാഗമാണ് പലസ്തീൻ. ചെറുതാണ്. ആ ചെറിയ രാജ്യത്തിൽ ഈ ഭൂമിയുടെ ഏതാണ്ട് മധ്യഭാഗത്താണ് 4 വശവും ശത്രുക്കളാണ് ഇസ്രായേലിനെ. അപ്പോൾ അതിലൊരു ചെറിയൊരു ഗ്രാമമാണ് നസറേത്ത്. അതിലൊരു സാധാരണ കുടുംബത്തിൽപ്പെട്ടതാ മറിയം. എൻ്റെ ഭാവനയിൽ പറയാം, 6 അടി പൊക്കം ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. 5.5 കൂട്ടിക്ക് ഒരു ഉടക്കുണ്ടാക്കാതിരിക്കാൻ. നീളം കുറച്ച് പറഞ്ഞാൽ ഇനിയും വേറെ സഭക്കാർ എന്നെ കയറി എത്തിയാൽ എന്നെ അടക്കും. അവരത് വലുതാക്കി വെച്ചുകൊണ്ടിരിക്കുക. ആ മറിയയ്ക്ക് 4 അടി പൊക്കത്ത് താൻ പറഞ്ഞു. അപ്പം അവർ എന്നെ ഏറ്റണ്ട, കാരണം നമ്മുടെ ആൾക്കാർ എന്നെ ഏറ്റുന്നുണ്ടല്ലോ. അവരൂടെ കയറി ഏറ്റണ്ട. അവർ 5.25 അടി ഇരിക്കട്ടെ മറിയത്തിനെ. അപ്പോൾ ഈ കാണുന്ന വലിയ അണ്ടകടാകത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് ഇരിക്കുന്നതാ ഭൂമി, ഒരു ചെറിയ പൊട്ട് പോലെ. നക്ഷത്രമൊക്കെ വാരി വെതറിയിട്ടിരിക്കുക. അതിലൊരു ചെറിയ പൊട്ട് പോലെ ആ ഭൂമി. ആ ഭൂമിയുടെ സിംഹഭാഗവും വെള്ളം, കുറച്ച് ഭാഗം കര. ആ കരയിൽ തന്നെ ഒരു ചെറിയ പൊട്ട് പോലെ ഇസ്രായേൽ. അവിടെ ഒരു ചെറിയ ഗ്രാമമാണ് നസറേത്ത്. ആ നസറേത്തിൽ ഒരു സാധാരണ വീട്ടിൽപ്പെട്ട ഒരു സഹോദരിയാണ് മറിയം. 5.25 അടി. അങ്ങനെ ചിന്തിച്ചു. ആ 5.25 അടിയിൽ നമ്മൾ സാധാരണ കണക്ക് 1 ചാൺ വയറെന്നൊക്കെയാണ് ചെല്ല് പറയുന്നത്. ആയിക്കോട്ടെ. ആ ആന്തരിക അവയവത്തിൽപ്പെട്ടതാ ഒരു ചെറിയ ഗർഭപാത്രം. അതിനകത്താ ഈ അണ്ടകടാകത്തെ മുഴുവൻ നിർമ്മിച്ച സർവജ്ഞനായ ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്നെയും നിങ്ങളെ വീണ്ടെടുക്കാൻ, രക്ഷിക്കാൻ ചെറുതായി തീർന്നത്. അതായി മന്നയ്ക്ക് നടല്, കൊത്തമ്പാലതി പോലെ. അതുകൊണ്ട് വലിയവനായ ദൈവം ചെറുതായി 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 ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ചെറുതായിട്ട് ഉരുവായെങ്കിൽ നമ്മുടെ വലിപ്പവും അഹങ്കാരമെല്ലാം ഇന്ന് രാത്രി നിർത്തണം. ഞാൻ ഏതാണ്ടായി, ഞാൻ മിടുക്കന, ഞാൻ മിടുക്കിയ, ഇപ്പോൾ ഈ ഏരിയയിൽ എന്നെ കവച്ചു വെക്കാൻ വേറെ ആരും ഇല്ല. പുസ്തകത്തിലെ വാക്യം ഓർത്തോണം, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരെല്ലാം മായാം. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരെല്ലാം
ഭൂരാമേൽ മുളയ്ക്കും പുല്ലിനു സമനാരന്റെ ജീവിതം ഉലകിൽ ഭൂരാമേൽ മുളയ്ക്കും പുല്ലിനു സമനാരന്റെ വാണി കോഴിയും പുഷ്പം പോലവൻ ഓടിപ്പോന്നിടൽ പോലെ വാടി കോഴിയും പുഷ്പം പോലെ ഓടിപ്പോന്നിഴൽ പോലെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ വലിയവനായ ദൈവം, സർവജ്ഞനായ ദൈവം, ശക്തിയുള്ള ദൈവം, സർവശക്തിയുള്ള ദൈവം, നിത്യനായ ദൈവം, ഈ കാണുന്ന അണ്ടകടാകത്തെ നിർമ്മിച്ച ദൈവം, സകല ചരാചരങ്ങളെയും ഭൂചര ഖേചര വസ്തുക്കളെ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ ഉളവാക്കിയവനായ വലിയവനായ ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെറുതായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു. അതിനെ കാണിക്കുന്നതും കൂടെ ഈ മന്ന വളരെ ചെറുതാ. സ്തോത്രം. ഒന്ന്, ഉയരത്തിൽ നിന്ന് വീണതാ. രണ്ട്, വളരെ ചെറുതാ. ഒരു കാര്യം കൂടെ പറഞ്ഞ ഭാഗം നിർത്താം, അന്നേരം അച്ചായൻ പറഞ്ഞ സമയമാകും. ബാക്കി ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. നാളെ ഇങ്ങനെ ആരും ഇരിക്കരുത്, കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സന്തോഷിച്ച്. സ്തോത്രം. നിങ്ങൾ വലിയ വെട്ടുകൂടി വീണേച്ച് വന്ന് കയറിയിരിക്കും പോലെ അല്ല, സന്തോഷിച്ച് ഈ ദൈവസന്നിധി വരുമ്പോൾ സന്തോഷിച്ചോണം. ചിലരൊക്കെ നീ കരഞ്ഞും കൂവിയിരിക്കുന്ന ആത്മീയമാണ്. ആത്മീയമല്ല, എൻ്റെ അസുഖമാണ്. എപ്പോഴും ഇങ്ങനെ മോന്തേം ചുളക്കും. എൻ്റെ കുഴപ്പടി ഉണ്ടതാ. ദൈവസന്നിധി വന്നല്ലതാ. യഹോവയാകുന്ന യാഗം നമ്മുടെ ബലമല്ലേ. പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ദൈവസന്നിധി വരുമ്പോൾ നല്ല സന്തോഷിച്ച് ആർത്ത് ദൈവത്തെ മഹത്വപ്പെടുന്നു. അപ്പോൾ ഒന്ന്, ഇത് മുകളിൽ നിന്ന് വന്നതാ മന്ന. രണ്ട്, ചെറുതാ. ഞാൻ പിന്നെ ഇങ്ങനെ പ്രസംഗിക്കും പറയാണ്ട്. മൂന്ന്, മന്ന ഒത്തിരി പ്രത്യേകത ഉണ്ട്. മൂന്നാമത്തെ കാര്യം, മന്നയുടെ മൂന്നാമത്തെ പ്രത്യേകത, മന്നായിക്ക് മൊനയില്ല, ഉരുണ്ടായിരിക്കുന്നു. മന്നയ്ക്ക് യാതൊരു മൊന ഇല്ല എന്ന് പറഞ്ഞാൽ യാതൊരു ഊനവും ഇല്ലെന്ന്. ഏത് ഭാഗത്തിൽ നോക്കിയാലും ഒരു മുട്ടും മുഴയും ഒന്നും. മേളിൽ നിന്ന് നോക്കുമ്പോഴും ഉരുണ്ടിരിക്കുക, സൈഡിൽ നിന്ന് നോക്കിയാലും ഉരുണ്ടിരിക്കുക, താഴെ നിന്ന് മേളിലോട്ട് നോക്കിയാലും ഉരുണ്ട്. മന്നയ്ക്ക് മൊനയില്ല എന്ന് പറഞ്ഞ യാതൊരു ഊനവും കുഴപ്പമില്ലാത്തവനാ ക്രിസ്തു. ഇന്ന് രാത്രി ആ മന്ന ഭുജിച്ച ദൈവമക്കളാണ് മരുഭൂമിയിലെ സഭയിലുള്ളവർ. ഒന്ന്, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. രണ്ട്, സ്നാനപ്പെട്ടവരുടെ കൂട്ടം. മൂന്ന്, ആത്മസ്നാനം പ്രാപിച്ചവരുടെ കൂട്ടം. നാല്, മന്ന ഭുജിച്ചവരുടെ കൂട്ടം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സമൃദ്ധിയായ ജീവൻ നൽകാൻ അവിടുന്ന് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ.